നെക്സ്റ്റ് മൊഡ്യൂൾ നമ്പർ 4 ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7 ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 8. ക്വസ്റ്റ്യൻ നമ്പർ 7 ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 8 ഐസോമെട്രിക് വ്യൂ ആണ്. നമ്മുടെ ടെൻഡൻസി ഐസോമെട്രിക് വ്യൂ വരയ്ക്കാനായിരിക്കും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7 2 സോൾഡ് ഉണ്ട്. ഒരു സിലിണ്ടറിക്കൽ സ്ലാബ്, അത് വിച്ച് ഈസ് സർമൗണ്ടഡ് ബൈ എ ക്യൂബ് എന്ന് പറഞ്ഞാൽ സിലിണ്ടറിക്കൽ സ്ലാബിൻ്റെ മുകളിൽ ഒരു ക്യൂബ്, അതിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ. രണ്ടാമത്തത് വേസ്റ്റ് പേപ്പർ ബാസ്ക്കറ്റ് ഫ്രസ്റ്റം ഓഫ് ഹെക്സഗണൽ പിരമിഡിൻ്റെ ഷേപ്പിലാണ്. അപ്പോൾ ഒരു സോളിഡേ ഉള്ളൂ. ഫ്രസ്റ്റം ഓഫ് ഹെക്സഗണൽ പിരമിഡാണ്. ഫ്രസ്റ്റം ഓഫ് സ്ക്വയർ പിരമിഡും ഫ്രസ്റ്റം ഓഫ് കോണൊക്കെ നമ്മൾ വരച്ചതാണ്. അപ്പോൾ എളുപ്പമാണെന്ന് കരുതി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ സ്പേസിംഗ് ആണ് വലിയ പ്രശ്നം. വരയ്ക്കാനൊക്കെ എളുപ്പമാണ്, കുഴപ്പമൊന്നുമില്ല. ബട്ട് സ്പേസ് അതായത് സ്കെയിൽ ചെയ്യേണ്ടി വരും. അങ്ങനെ കുറച്ച് പേർക്ക് സമയം പോയിട്ടുണ്ടാവും. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കാം. A cylindrical slab 60 mm in diameter and 20 mm thick is surmounted by a cube of 30 mm side. The axes of the solids are in the same vertical line. Draw the isometric projections of the solid. ഒരു സിലിണ്ടറിക്കൽ സ്ലാബ്, അതിൻ്റെ തിക്നെസ് 20 തന്നു, അതായത് അതിൻ്റെ ഹൈറ്റ്. ഓക്കെ, റേഡിയസ് ഈക്വൽ ടു 60 mm. 60 mm റേഡിയസ്, ഈ തിക്നെസ് 20. ഇറ്റ് ഈസ് സർമൗണ്ടഡ് ബൈ എ ക്യൂബ്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ക്യൂബ്. ഇതിൽ 1-2 കുട്ടികൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണോ എന്ന്. അങ്ങനെയല്ല, ക്യൂബിൻ്റെ മുകളിൽ സിലിണ്ടർ അല്ല, സിലിണ്ടറിൻ്റെ മുകളിൽ ക്യൂബാണ്. ഓക്കെ, സിലിണ്ടറിക്കൽ സ്ലാബ് ഈസ് സർമൗണ്ടഡ് ബൈ എ ക്യൂബ്. ദാറ്റ് മീൻസ് സിലിണ്ടറിക്കൽ സ്ലാബിൻ്റെ മുകളിലാണ്. സിലിണ്ടറിക്കൽ സ്ലാബിനെ സർമൗണ്ട് ചെയ്തിരിക്കുന്നത് ഒരു ക്യൂബ് യൂസ് ചെയ്തിട്ടാണ്. അതായത് സിലിണ്ടറിക്കൽ സ്ലാബിൻ്റെ മുകളിലാണ് ക്യൂബ്. ക്വസ്റ്റ്യനിലെ ക്യൂബ് ചെറുതാണ്, എൻ്റെ കയ്യിലുള്ള ക്യൂബ് വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അങ്ങനെ ഈ ഒരു കോമ്പിനേഷനാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കാതെ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ ബേസ് പോളിഗൺ ഒന്നും വരുന്നില്ല, അതുകൊണ്ട് പോളിഗണിൻ്റെ വ്യൂസ് ഒന്നും വരയ്ക്കേണ്ട. എനിവേ നമുക്ക് ആ ഓർഡറിൽ പോകാം. ഫസ്റ്റ് ഐസോമെട്രിക് പ്രൊജക്ഷൻ ആയതുകൊണ്ട് ഐസോമെട്രിക് സ്കെയിൽ വരച്ചു. ഈ ആംഗിൾ 15 ഡിഗ്രി, ഇത് 45 ഡിഗ്രിയിൽ ഐസോമെട്രിക് സ്കെയിൽ വരച്ചു. അതിൽ നമുക്ക് മാക്സിമം വരുന്ന ലെങ്ത് 60 ആണ്. 30യുടെ ഐസോമെട്രിക് ലെങ്ത് കാണാനുണ്ട്, 20യുടെ ഐസോമെട്രിക് ലെങ്ത് കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ അതിൽ മാർക്ക് ചെയ്തു. ഇനി ഇങ്ങനെ വരുമ്പോൾ ക്യൂബ് സൈസ് 30 ആണ്. അതുകൊണ്ട് ഫസ്റ്റ് 30 സൈഡിൽ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുക, സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യുക, 60 mm റേഡിയസിൽ സർക്കിൾ വരയ്ക്കുക. ക്യൂബ് കാണും, അതേപോലെ സർക്കിളും കാണും. അതിൻ്റെ ഫ്രണ്ട് വ്യൂ, ഈ ഹൈറ്റ് 20 ആണ്. ഓക്കെ, അപ്പോൾ 20 ഹൈറ്റിൽ റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ മുകളിൽ 30 mm ഹൈറ്റിൽ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ഇനി ഇതിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പോയിൻ്റ് 1 ഞാൻ ലൊക്കേറ്റ് ചെയ്തു. 1 to 30 ഡിഗ്രിയിൽ, അതേപോലെ 1 for 30 ഡിഗ്രിയിൽ, 1 to 30 ഡിഗ്രിയിൽ, 1 for 30 ഡിഗ്രിയിൽ ഐസോമെട്രിക് ലെങ്ത്തിൽ, അതായത് 60ൽ എടുക്കരുത്, 60ൽ എടുത്ത ഐസോമെട്രിക് വ്യൂ ആണ്. ഈ 60നെ കൺവേർട്ട് ചെയ്യുക, അതായത് ഐസോമെട്രിക് സ്കെയിൽ കൊണ്ടുപോയിട്ട് ഈ ലെങ്ത് ആണ് 60 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസോമെട്രിക് ലെങ്ത്, അല്ലെങ്കിൽ 60 × 0.816. അതിൽ ഈ റോംബസ് കംപ്ലീറ്റ് ചെയ്യുന്നു. 1 2 3 4, അതായത് പുറത്ത് കാണുന്ന ഈ 1 2 3 4ൻ്റെ റോംബസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഈ സോളിൻ്റെ ഹൈറ്റ്, സെഡ് ഡയറക്ഷൻ, അതായത് ഹൈറ്റ് വെർട്ടിക്കലാണ്, അത് 20 ആണ്. വെർട്ടിക്കൽ ലൈൻസ് ഐസോമെട്രിക് പൊസിഷനിൽ വെർട്ടിക്കലായിരിക്കും. അപ്പോൾ ഈ സെഡ് 20 എടുത്ത്, അറിയാതെ എടുത്തു പോരുത്, 20 × 0.816, അതായത് 20നെ കൺവേർട്ട് ചെയ്ത് ഈ ലെങ്ത് എടുത്ത് വേണം ഈ ഹൈറ്റ് എടുക്കാൻ. അങ്ങനെ ഈ സ്ക്വയർ സ്ലാബിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ കിട്ടും. അതിലേക്ക് ഈ 2 റോംബസിലേക്കും, താഴത്തെ 1 2 3 4ലും മുകളിലത്തെ 1 2 3 4ലും 4 സെൻറ്റർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എലിപ്സ് വരയ്ക്കുക. അതിന് 4 3യുടെ മിഡ് പോയിൻ്റ് കണ്ട് 1ലേക്ക് ജോയിൻ ചെയ്യുക. അതേപോലെ ഇവിടെയും ചെയ്യുക. ഫസ്റ്റ് സെൻറ്റർ, സെക്കൻഡ് സെൻറ്റർ, തേർഡ് സെൻറ്റർ ആൻഡ് ഫോർത്ത് സെൻറ്റർ, അങ്ങനെ എലിപ്സ് വരയ്ക്കുക. അപ്പോൾ ആ എലിപ്സ് വരയ്ക്കുന്നതിനേക്കാൾ നല്ലത് ക്യൂബിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എലിപ്സ് വരയ്ക്കുന്നതായിരിക്കും. ഈ ഡാഷ് ലൈനൊക്കെ കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ ഈ 1 2 3 4 വരച്ചതിന് ശേഷം ഇതിലേക്ക് ഈ ABCD സ്ക്വയറിൻ്റെ റോംബസ് കൊണ്ടുവരണം. അതിന് ഈ പോയിന്റിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ്, അതേപോലെ ഈ പോയിന്റിൽ നിന്ന് 1ലേക്കുള്ള ഡിസ്റ്റൻസ് അത് സെയിം ആയിരിക്കും. അത് നമുക്ക് കിട്ടുക 60 - 30 ആയിരിക്കും, ഡിവൈഡ് ബൈ 2. അപ്പോൾ ഈ ലെങ്ത് 15 mm ആയിരിക്കും. ഈ ലെങ്ത് 15 mm ആയിരിക്കും. അപ്പോൾ ആ 15 ഡയറക്റ്റ് എടുത്ത് പോകരുത്, ഐസോമെട്രിക് വ്യൂവിലാണ് എടുക്കേണ്ടത്. ഐസോമെട്രിക് പ്രൊജക്ഷനാകുമ്പോൾ ഈ 15 mm ഇവിടെ മാർക്ക് ചെയ്ത് അതിൻ്റെ ഐസോമെട്രിക് ലെങ്ത് എടുത്ത് 15 × 0.816 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആ ലെങ്ത് എടുത്ത് ഈ ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്യുന്നു, ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്യുന്നു,
ഇവിടെ മാർക്ക് ചെയ്യുന്നു, അങ്ങനെ ഇവിടെയും മാർക്ക് ചെയ്യുന്നു. ആ പോയിൻറ്റ്സ് കണക്ട് ചെയ്ത് ലൈൻസ് വരയ്ക്കുമ്പോൾ ഈ ABCD ഇവിടെ കിട്ടും. ഇനി ഈ ABCയുടെ ഹൈറ്റ് അറിയാതെ 30 കൊടുത്ത് പോകരുത്. 30 ഹൈറ്റ്. ഐസോമെട്രിക് വ്യൂ വരയ്ക്കുമ്പോൾ, ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ ഈ 30നെ കൺവേർട്ട് ചെയ്ത ഈ ലെങ്ത് എടുത്തിട്ട് ഇവിടെ ഹൈറ്റ് കൊടുത്തിട്ട് ടോപ്പിലത്തെ ABCD കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം 4 സെൻറ്റർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇവിടെ എലിപ്സ് വരയ്ക്കുക, താഴെ എലിപ്സ് വരയ്ക്കുക. ഈ 2 എൻഡ് പോയിൻറ്റ്സ് തമ്മിൽ ജനറേറ്റേഴ്സ് മാത്രം ഇവിടെ വരയ്ക്കുക. അങ്ങനെ നമുക്ക് ഈ സിലിണ്ടറിക്കൽ സ്ലാബിൻ്റെ മുകളിൽ നിൽക്കുന്ന ക്യൂബിൻ്റെ ഈ കോമ്പിനേഷൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ കിട്ടും. ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരച്ചില്ലെങ്കിൽ ഇതിന് ഫുൾ മാർക്ക് കൊടുക്കാമെന്ന് ആൻസർ കീയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിന് 2 to 3 മാർക്ക് കിട്ടും ഐസോമെട്രിക് സ്കെയിലിന്. 4 to 5 മാർക്സാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരച്ചാൽ. അതിന് വരച്ചില്ലെങ്കിൽ ഇത് ശരിയാണെങ്കിൽ ഇതിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. 5+3 2 മാർക്ക് നീറ്റ്നെസ് ആൻഡ് ഡയമെൻഷൻ കൊടുക്കുകയാണെങ്കിൽ ബാക്കി വരുന്ന മാർക്ക് ഇത് രണ്ടിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിൽ കൂടുതൽ മാർക്ക് കിട്ടാൻ സാധ്യത സിലിണ്ടറിനാണ്. ക്യൂബ് എളുപ്പമായതുകൊണ്ട് സംടൈംസ് ക്യൂബിന് മാർക്ക് കുറയും, അല്ലെങ്കിൽ രണ്ടിനും സെയിം മാർക്കായിരിക്കും. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരച്ചില്ലെങ്കിൽ സ്കെയിലിന് 3 മാർക്ക്, 2 മാർക്സ് നീറ്റ്നെസ് ആൻഡ് ഡയമെൻഷൻ, ബാക്കി വരുന്ന 16 മാർക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകാനാണ് സാധ്യത. നിങ്ങളുടെ അടുത്ത ഡൗട്ട് ഇതായിരിക്കും, ഐസോമെട്രിക് വ്യൂ വരച്ചാൽ എന്ത് ചെയ്യും? അതും ആൻസർ കീനെ ഡിപ്പെൻഡ് ചെയ്യും. ചില ആൻസർ കീയിൽ ഒരു 15 മാർക്സ് വരെ കിട്ടുന്ന രീതിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വരച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മാർക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും, ഇതും കിട്ടും. ബാക്കി ഇതിലാണ് കുറയുന്നത്. ഇനി ഇത് വരയ്ക്കാതെ, ഇത് വരയ്ക്കാൻ സാധ്യതയില്ലല്ലോ, ഐസോമെട്രിക് വ്യൂ അല്ലേ നിങ്ങൾ വരയ്ക്കാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മാർക്ക് ഉണ്ടാവില്ല. ഇത് വരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മാർക്ക് കിട്ടും. ഇനി ഇത് വരയ്ക്കാതെ വരച്ചതെങ്കിൽ കുറച്ചുകൂടെ മാർക്ക് കുറയും, കാരണം മുഴുവൻ മാർക്ക് ഇതിൽ കുറയാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതുകൊണ്ട് സമയമുണ്ടെങ്കിൽ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കുക, വരച്ചില്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും മുഴുവൻ ശരിയാണെങ്കിൽ. Question number 8. A raised paper basket is in the form of a frustum of a hexagonal pyramid with base 100 mm hexagon and top 150 mm hexagon. Draw the isometric view if its height is 40 cm. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. ഒന്ന് സ്കെയിലിംഗ് ആണ്. ഒരു കാര്യം, ഇത് ഷേപ്പ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ആണ്. ഫ്രസ്റ്റം ഓഫ് എ ഹെക്സഗണൽ പിരമിഡിൻ്റെ ഷേപ്പിലാണ്. അപ്പോൾ ബോട്ടം ഹെക്സഗൺ സൈസ് കുറവും ടോപ്പ് ഹെക്സഗൺ സൈസ് കൂടിയതായിരിക്കും. അപ്പോൾ ഈ ഷേപ്പാണ് കിട്ടുക. അതിനു മുമ്പേ ഇവിടെ തന്നിരിക്കുന്ന ഡയമെൻഷൻസ് നോക്കാം. ഡയമെൻഷൻസ് ബോട്ടം 100 mm ആണ് സൈഡിന് ലെങ്ത്ത്, അതായത് 10 cm. 150 mm ആണ് ടോപ്പ് സൈഡ്. ഇതിൻ്റെ ഹൈറ്റ് 40 cm എന്നാണ് തന്നിരിക്കുന്നത്, 40 cm. ഓക്കെ, അപ്പോൾ അത് പലരെയും തെറ്റിച്ചിട്ടുണ്ടാകും. കാരണം ബാക്കി എല്ലാ യൂണിറ്റ്സും മില്ലിമീറ്ററിലാണ്, ഈ യൂണിറ്റ് മാത്രം സെൻറ്റിമീറ്ററിൽ. എന്തിനാണ് അങ്ങനെ ക്വസ്റ്റിന് കൊടുത്തതെന്ന് മനസ്സിലായില്ല. എനിവേ, അപ്പോൾ നമ്മളതിനെ കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ബോട്ടം ടോപ്പ് അതിൻ്റെ ഹൈറ്റ്, ബോട്ടം ഹെക്സഗൺ 100 mm, ടോപ്പ് 150, ഹൈറ്റ് 40 cm, ദാറ്റ് ഈസ് ഈക്വൽ ടു 400 mm. അപ്പോൾ യൂഷ്വലി നമുക്ക് ഹാഫ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല. ഹാഫ് ആയി കഴിഞ്ഞാൽ അത് 50 mm. അതുപോട്ടെ ഹൈറ്റ് 200 mm ആവും. 200 mm മീൻസ് 20 cm. അപ്പോൾ അത്രയും സൈസ് നമുക്കിവിടെ കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ 1:4 എടുത്ത് പോകും. 1:4 എടുത്തു കഴിഞ്ഞാൽ 25 ആകും. 100/4, 150/4 37.5, 40/4 100. ഇത് യൂസ് ചെയ്യാം, 1:4 യൂസ് ചെയ്യാം. ഇത് അത്യാവശ്യം സ്പേസിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. അതിനേക്കാളൊക്കെ ബെസ്റ്റ് 1:5 എടുക്കുന്നതാണ്. 1:5 എടുത്താൽ ബോട്ടം സൈഡ് 20, ടോപ്പ് സൈഡ് 150/5 30, ഹൈറ്റ് 400/5 80 mm. ഓക്കെ, അപ്പോൾ ഈ സ്കെയിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 1:5. ഓക്കെ, അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഈക്വൽ ടു 1/5 ആണ്. ഫ്രസ്റ്റം ഓഫ് ഹെക്സഗണൽ പിരമിഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് വ്യൂ ഹെക്സഗണിൻ്റെ സൈസ് 150 mm ആണ്. അത് നമ്മൾ 30 ആയി റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് വരയ്ക്കണം. ടോപ്പ് ഹെക്സഗൺ 30 mm സൈഡിൽ, ബോട്ടം ഹെക്സഗൺ 20 mm സൈഡിലായിരിക്കും കാണുക. അപ്പോൾ ഒരു ഹെക്സഗണിൻ്റെ ഉള്ളിൽ വേറെ ഹെക്സഗൺ. ഇതിൻ്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കണം, മിനിമം ടോപ്പ് വ്യൂ എങ്കിലും വരയ്ക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ പോയിൻറ്റ്സ് ഒക്കെ കിട്ടൂ. ഈ 2 ഹെക്സഗണും കോൺസെൻട്രിക് ആയിട്ട് വരയ്ക്കണം. അതെങ്ങനെ വരയ്ക്കും? അതിനൊരു ഹെക്സഗണിനെ ഇൻസ്ക്രൈബ് ചെയ്ത സർക്കിളിൻ്റെ റേഡിയസ് കിട്ടിയാൽ മതി. ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു ഹെക്സഗണെ ഇൻസ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ഹെക്സഗണിൻ്റെ സൈഡിൻ്റെ ലെങ്ത് തന്നെയായിരിക്കും ഇൻസ്ക്രൈബ് ചെയ്ത സർക്കിളിൻ്റെ റേഡിയസ്. ഓക്കെ, അതറിയണമെങ്കിൽ നിങ്ങൾ 20 mm സൈഡ് ലെങ്ത് എടുത്ത് 120/2 60 ഡിഗ്രി എടുത്തിട്ട് സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ
ആ സർക്കിളിൻ്റെ ഉള്ളിലേക്ക് ഈ 20 mm സൈഡ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹെക്സഗൺ കിട്ടും. അങ്ങനെ വരുമ്പോൾ ഇത് 60 ഡിഗ്രി ആയതുകൊണ്ട് ഇതൊരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ആയിരിക്കും. ഈ ലെങ്ത് 20 ആകുമ്പോൾ ഇതും 20 ഇതും 20, അതായത് റേഡിയസ് ഈക്വൽ ടു 20 ആണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ഒരു ഹെക്സഗൺ വൺ സൈഡ് പാരലൽ ടു XY ലൈനായിട്ട് 120 ഡിഗ്രി എടുത്ത് കംപ്ലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതേപോലെ 60 ഡിഗ്രി എടുത്തിട്ട് സെൻറ്റർ കണ്ടെത്തിയിട്ട് സർക്കിൾ വരച്ച് ഈ സൈഡ് പാരലാക്കി വരച്ചതിന് ശേഷം ഇത് കംപ്ലീറ്റ് ചെയ്യുക. അടുത്തത് 30 mm റേഡിയസിൽ സർക്കിൾ വരയ്ക്കുക. ഞാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയല്ല, ഞാൻ ആദ്യം വലിയ ഹെക്സഗൺ വരച്ചിട്ടാണ് സർക്കിൾ യൂസ് ചെയ്തിട്ട് ചെറിയ ഹെക്സഗൺ ചെയ്തിരിക്കുന്നത്. തിരിച്ചും ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ചെയ്തിരിക്കുന്നത് 30 mm സൈഡ് വൺ സൈഡ് പാരലൽ ടു XY ലൈനെ വെച്ചുകൊണ്ട് 120 ഡിഗ്രി എടുത്ത് ഹെക്സഗൺ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്തു. എന്നിട്ട് 20 mm റേഡിയസിൽ സർക്കിൾ വരച്ചിട്ട് ഈ സൈഡിന് പാരലായിട്ട് ഇവിടെ ലൈൻ എടുത്തിട്ട് 20 mm ലെങ്ത് എടുത്തിട്ട് പിന്നെ 20 mm ലെങ്ത് ഇവിടെ കട്ട് ചെയ്ത് വരുമ്പോൾ ഒരു ഹെക്സഗണിൻ്റെ ഉള്ളിൽ കോൺസെൻട്രിക് ആയിട്ട് വേറൊരു ഹെക്സഗൺ കിട്ടും. താഴത്തെ ഹെക്സഗൺ കാണില്ല, അതുകൊണ്ടാണ് ഡാഷ് ലൈൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ വേണ്ടിയിട്ട്, ഫ്രണ്ട് വ്യൂ വരയ്ക്കണം നിർബന്ധമില്ല, ഈ ഹൈറ്റ് എടുത്താൽ മതി. എനിവ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ 40 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളത് 80 mm ആണ്. 80 mm മുകളിലോട്ടേക്ക് ലൈൻ വരച്ചു. ഇത് എയുടെ ഫ്രണ്ട് വ്യൂ A' കിട്ടും, പിയുടെ ഫ്രണ്ട് വ്യൂ P' ഇവിടെ കിട്ടും, ഡിയുടെ ഫ്രണ്ട് വ്യൂ D' കിട്ടും, എസിൻ്റെ ഫ്രണ്ട് വ്യൂ S' XY ലൈൻ കിട്ടും. ഈ ലൈൻ തമ്മിൽ ജോയിൻ ചെയ്ത് അതിൻ്റെ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ആയി. ഇനി ഇതിൻ്റെ ഐസോമെട്രിക് വ്യൂ ആണ് വരയ്ക്കേണ്ടത്, സ്കെയിലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റ് 1 2 3 4 എന്ന് പറയുന്ന റെക്റ്റാങ്കിളിൻ്റെ റോംബസ് വരയ്ക്കണം. അതിൻ്റെ ഉള്ളിലായിട്ട് 5 6 7 8 റോംബസ് വരയ്ക്കണം. ഓക്കെ, ഇനി ആദ്യം 1 ആണ് ഞാനിവിടെ ലൊക്കേറ്റ് ചെയ്ത് 1 2 30 ഡിഗ്രിയിലെടുത്തു. അതുപോലെ 1 4 30 ഡിഗ്രിയിലെടുത്തു. 1 2യുടെ ലെങ്ത് ഇവിടെ കട്ട് ചെയ്തു, 1 4യുടെ ലെങ്ത് ഇവിടെ കട്ട് ചെയ്തു. ഇനി ഈ 2 3 ലെങ്ത് ഇവിടെ നിന്ന് കട്ട് ചെയ്യുന്നു. അതേപോലെ 4 3 ഓർ 1 2യുടെ ലെങ്ത് ഇവിടെ നിന്ന് കട്ട് ചെയ്യുമ്പോൾ 1 2 3 4 ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി അതിൻ്റെ ഹൈറ്റ് 80 mm ആണ്, അതായത് 40 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് 80 mm എടുത്തിട്ട് മുകളിലത്തെ 1 2 3 4 റോംബസ് കംപ്ലീറ്റ് ചെയ്യുന്നു. അതിലാണ് ഈ ടോപ്പിലത്തെ ഹെക്സഗൺ വരുന്നത്. ഈ 4 to A ഡിസ്റ്റൻസ് എടുത്തിട്ട് A കണ്ടു, 1 to B കണ്ടു. ആ സെയിം ഡിസ്റ്റൻസ് ഇനിയായിരിക്കും 4 to F, 3 to E, 2 to C. അങ്ങനെ 4 to A തന്നെയാണ് 3 to D കിട്ടുക. അങ്ങനെ നമ്മൾ ടോപ്പിലത്തെ ഹെക്സഗൺ കംപ്ലീറ്റ് ചെയ്തു. ഇനി ബോട്ടത്തിലെ ഹെക്സഗൺ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 5 6 7 8ൻ്റെ റോംബസ് വരയ്ക്കണം. 5 6 7 8ൻ്റെ റോംബസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ 1 to ഈ 5ലേക്കുള്ള ഈ ഡിസ്റ്റൻസ് അതിവിടെ എടുക്കുക. മനസ്സിലാകാൻ വേണ്ടി ഞാൻ പോയിൻ്റ് കൊടുക്കുകയാണ്. ഇത് PQ എന്ന് എടുത്തു. അപ്പോൾ 1 to Q ഇവിടെ എടുത്തു, 1 to P ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസ് ഇവിടെയും ഇവിടെയൊക്കെ എടുത്ത് 4 ലൈൻസ് വരയ്ക്കുമ്പോൾ നമുക്ക് 5 6 7 8 കിട്ടും. അതായത് ഈ ഡിസ്റ്റൻസും ഇതും സെയിം ആണ്, ഇതും സെയിം ആണ്, ഇതും സെയിം ആണ്. ഇനി ഇത് ഇവിടെ എടുക്കുന്നു, ഇവിടെ എടുക്കുന്നു, ഇവിടെ എടുക്കുന്നു, ഇവിടെ എടുക്കുന്നു. അങ്ങനെ ലൈൻസ് വരയ്ക്കുമ്പോൾ നമുക്ക് 5 6 7 8 കിട്ടും. 5 6 7 8ലാണ് PQRS കാണേണ്ടത്. 8 to P എടുക്കുന്നു, 7 to S സെയിം ആണ്. ഇനി 5Q അത് R6ഉം 7Tയും 8U ഒക്കെ സെയിം ആണ് ഡിസ്റ്റൻസ്. അങ്ങനെ ഈ പോയിൻറ്റ്സ് കണ്ടിട്ട് അത് സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക ഇവിടെ വരെ. ബാക്കി ഡാഷ് ലൈൻ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക, കാരണം ഇൻവിസിബിൾ ആയിട്ടുള്ള പാർട്ടാണ്. അങ്ങനെ ഈ ഫ്രസ്റ്റം ഓഫ് എ ഹെക്സഗണൽ പിരമിഡിൻ്റെ ഐസോമെട്രിക് വ്യൂ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫ്രണ്ട് വ്യൂ ടോപ്പിന് ഒരു 5 മാർക്സ് ഉണ്ടാവും. ബാക്കി മുഴുവൻ മാർക്കും നീറ്റ്നെസ് ആൻഡ് ഡയമെൻഷൻ ഒഴികെയുള്ള ബാക്കി മുഴുവൻ മാർക്കും ഈ ഒരു സിംഗിൾ സോൾഡാണ്. ഇവിടെ ഡയമെൻഷൻ ചെയ്യുമ്പോൾ ഒറിജിനൽ ഡയമെൻഷൻ തന്നെ ചെയ്യുക. 1:5 നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് 80 30 20 ഒന്നും കൊടുക്കാതെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ആ സെയിം ഡയമെൻഷൻ തന്നെ ഇവിടെയും കൊടുക്കുക.